എന്റെ പൊന്നേമാൻ എന്നെ രക്ഷിക്കണം. താൻ എത്ര കാലമായി ഇവിടെ കപ്പ്യാരായിട്ട്? ഞങ്ങൾ കുടുംബത്തോടെ കപ്പ്യാരന്മാരായിരുന്നേ. നിന്റെ ഭാര്യയും കപ്പ്യാരിയായിരുന്നോ? അല്ലേ, അപ്പനപ്പന്മാരുടെ കാലം തൊട്ട് കപ്പ്യാരന്മാരായിരുന്നെന്ന് പറയായിരുന്നു. കൊല ചെയ്യപ്പെട്ട അച്ഛന്റെ സ്വഭാവം എന്തായിരുന്നു? നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. സ്ത്രീകളോട് അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു? പിന്നെ വലിയ താല്പര്യമായിരുന്നു. എന്ന് വെച്ചാൽ ഏത് പെണ്ണ് വന്ന് എന്ത് കരഞ്ഞു പറഞ്ഞാലും അദ്ദേഹം കൈക്കൊള്ളുമായിരുന്നേ. ആലീസ് ഇവിടെ അടിക്കടി വരുമായിരുന്നു. അച്ഛനും ആലീസും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? നല്ല ബന്ധമായിരുന്നേ. അതല്ല ചോദിച്ചത്. അച്ഛനും ആലീസും തമ്മിൽ തെറ്റായ വല്ല ബന്ധം ഉണ്ടായിരുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോകും. കുഴഞ്ഞു പോവോ? കുഴഞ്ഞ തള്ളി എല്ലിയെടുക്കും. സത്യം സത്യം പറയണം. ആ പെണ്ണ് നേരവും കാലവും ഒക്കെ നോക്കാറ് ഇവിടെ വരുമായിരുന്നു. അച്ഛനോട് എപ്പോഴും കുശുകുശുക്കുമായിരുന്നു. എന്തുവാ കുശുകുശുക്കുന്നത്? പല ചീത്തക്കാരിയും ആയിരിക്കും. അത് തനിക്കെങ്ങനെ അറിയാം? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോവുകയുള്ളൂ. എന്റെ പൊന്നേവനെ എന്നെ ഒന്നും ചെയ്യരുത്. താക്കോ മുതലാളി പറഞ്ഞു, ഏമാൻ എന്ത് ചോദിച്ചാലും എല്ലാരെ പറ്റി നല്ലതാ പറയാവുന്നത്. അതുകൊണ്ട് പറഞ്ഞാ അത്. താൻ ഈ പറഞ്ഞതാണോ നല്ലത്? സാർ, ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഇവൻ കള്ളനാ. ഇവന്റെ നെറ്റിയിൽ ഈ മുഴ കണ്ടില്ലേ? ഭൂലോക കള്ളന്റെ ലക്ഷണമാണ്. എന്റെ അപ്പന് 2 മുഴ ഉണ്ടായിരുന്നേ. ഈതം വെച്ചപ്പോ നിനക്ക് ഒന്നാ കിട്ടില്ല. അവനെ തൽക്കാലം വിട്ടേ. ആ കപ്പ്യർപ്പിക്കുള്ളൂ. പിന്നെ എപ്പോ വിളിച്ചാലും വരണം. ഞാൻ ഈ തിന്നെ തന്നെ കാണുവേ. വെക്കുള്ളൂ. കുറുപ്പേ വരൂ. പ്രേതം തൂങ്ങിയെന്ന രീതിയും മറ്റു സാഹചര്യങ്ങളും നോക്കിയപ്പോൾ ആലീസ് ആത്മഹത്യ ചെയ്താണെന്ന് തന്നെ തോന്നുന്നു. അതുകൊണ്ടാണ് സാർ പോസ്റ്റ്മോർട്ടം നടത്താതിരുന്നത്. അവിവാഹിത ഒരു പെൺകുട്ടിയാണ് മരിച്ചത്. അത് ആത്മഹത്യയാണ് നിങ്ങൾ എങ്ങനെ തീരുമാനിച്ചു? കൊലപാതകമായി കൂടുന്നുണ്ടോ? മകളെ വെട്ടിക്കരുതെന്ന് അവളുടെ അപ്പൻ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ചു സാർ. അതുകൊണ്ടാണ്. നോ, ആരപേക്ഷിച്ചാലും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണമായിരുന്നു. ഇക്കാര്യത്തിൽ നിങ്ങൾ കൃത്യവിലോപം കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ കേസിന്റെ തീരുമാനം ഉണ്ടാകുന്നവരെ ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഞാൻ നിരപരാധിയാണ് മമ്മുക്ക. നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കൂ. എത്തപ്പാന്റെ മോൻ ഒരിക്കലും ഒരു കൊലപാതകയാവില്ലെന്ന് ഞമ്മക്കറിയാം. മമ്മുക്ക, ഇതാണ് നടന്നത്. പക്ഷേ ഒരു കാര്യത്തിലേ എനിക്ക് ദുഃഖമുള്ളൂ മമ്മുക്ക. എന്റെ കൈ കൊണ്ട് ജെയിംസ് അച്ഛനെ കൊല്ലാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത്രയ്ക്ക് പക തോന്നാൻ മാത്രം ആ നല്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? നല്ല മനുഷ്യൻ മമ്മുക്ക, അയാൾ ഒരു മൃഗമായിരുന്നു. ലോഹയിട്ട് നടന്നിരുന്ന ജഗത്ത് എന്റെ സഹോദരിയെ അയാൾ നശിപ്പിച്ചു, ഗർഭിണിയാക്കി. ചേട്ടാ, ആലീസിനെ പിഴപ്പിച്ചത് അച്ഛനല്ല, ജോണിയാണ്. ജോണി? അതെ, അവര് സ്നേഹത്തിലായിരുന്നു. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. സബിനെ? ജോണി നാടുവിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആലീസിന് ജോണിയുടെ ഒരു കത്ത് വന്നു. അത് ഞാനാണ് ആലീസിന് കൊടുത്തത്. എന്നിട്ട് അവൾ ആ കത്ത് തുറന്നു വായിച്ചിട്ട് വിഷമിച്ചിരുന്നു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. അന്ന് രാത്രിയാണ് അവൾ മരിച്ചത്. ജോണി ശബ്ദിച്ചു പോയത്. ജോണി എവിടെ? ജോണി എവിടെയെന്ന് പറയാ. അവൻ ഈ ജീവനോട് പിടിക്കാം. പീറ്റർ എന്തിനു വേണ്ടി വന്നിരിക്കും? ചാക്കോച്ചനെ കൊല്ലാനോ അതോ പണം അപഹരിക്കാൻ? അവൻ കൊലപാതകി ആയതുകൊണ്ട് കൊല്ലാൻ വേണ്ടി തന്നെ ആയിരിക്കും സാർ വന്നിട്ടുള്ളത്. പീറ്റർ ചാക്കോച്ചനെ എന്തിനു കൊല്ലണം?
കേസന്വേഷണത്തിന് വേണ്ടി ചാക്കോച്ചൻ നമ്മളെ സഹായിക്കുന്നുണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പിന്നിൽ തക്കതായ എന്തോ കാര്യമുണ്ടായിരുന്നു. എസ്തപ്പാനെ, പീറ്ററും ചാക്കോച്ചനും തമ്മിൽ എപ്പോഴെങ്കിലും വഴക്കുണ്ടായിരുന്നു? അവൻ വഴക്കിടാത്തതായി ഈ നാട്ടിൽ ആരും കാണുകയല്ലേ മാന്നെ. എന്തിനാ ഇല്ലാവചനം പറയുന്നത്? യമാനെ, എന്റെ മോൻ എല്ലാവർക്കും ഉപകാരിയായിരുന്നു. കൊള്ളതാഴിയെ കാണിക്കുന്നവരോട് മാത്രമേ അവൻ വഴക്കിന് പോയിട്ടുള്ളൂ. പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയതിനു ശേഷം പീറ്റർ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ലേ മാന്നെ, അവന്റെ തലവെട്ടം കണ്ട അവനെ ഞാൻ കൊല്ലും. അതെന്താ അങ്ങനെ പറഞ്ഞത്? മിശിഹാ തമ്പുരാനെ പോലെ ജീവിച്ച ജെയിംസ് അച്ഛനെ കൊന്ന അവനെ പിന്നെ ഞാൻ എന്തോന്ന് ചെയ്യണം? അച്ഛനെ കൊന്നത് പീറ്റർ തന്നെയാണെന്ന് എസ്തപ്പാൻ കരുതുന്നുണ്ടോ? പള്ളിവേട് എന്നവനെ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോ എല്ലാരും കേൾക്കാൻ വിളിച്ചു പറഞ്ഞേ മാന്നെ, അച്ഛനെ കൊല്ലുമെന്ന്. യമാനെ, പീറ്റർ എന്റെ കുഞ്ഞ, ഞാനാണ് അവനെ പെറ്റു വളർത്തിയത്. അവൻ വഴക്കിടും, തല്ലുകൂടും, പക്ഷെ ആരെയും കൊല്ലൂല്ലേ മോനെ. നിങ്ങൾ അപ്പുറത്ത് പോ. ഒരു എറുമ്പിനെ പോലും കൊന്നിട്ടില്ലാത്ത എന്റെ മോൻ കൊലപാതകയാണെന്ന് പറയുന്ന നിങ്ങളോട് ദൈവം ചോദിച്ചോളൂ. പോയാട്ടെ. എസ്തപ്പാൻ വരൂ. അമ്മേ, അമ്മ പേടിക്കണ്ട, അകത്തേക്ക് വരും. ആ തട്ടി എനിക്ക് ശരിയാക്കമ്മേ. ഈ പെട്ടിയുടെ മൂടി ഒന്ന് മാറ്റിക്കമ്മേ. മോനെ, എന്റെ മോനെ, മോൻ എപ്പോഴും ഇവിടെ വന്നു? പോലീസ് എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഓടിക്കയറിയതാണ് അമ്മേ. ആലീസ് കെട്ടിത്തൂങ്ങി കിടക്കുന്നത് കണ്ട ശേഷമല്ലേ പീറ്റർ അച്ഛനെ കയ്യേറ്റം ചെയ്തത്? അതേ മാന്നെ. ആ നിലയ്ക്ക് ആലീസിനെ നശിപ്പിച്ചത് അച്ഛനാണെന്നാ പീറ്റർ കരുതിയിരിക്കുന്നത്. ഞാൻ അച്ഛനെ കൊന്നിട്ടില്ലെന്ന് അമ്മയെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ. എനിക്കത് മതി. എന്റെ മോനെ, ഞാൻ എസ്തപ്പാനെ എപ്പോ വിളിച്ചാലും സ്റ്റേഷനിലേക്ക് വരണം. വരായോ മാന്നെ? എന്റെ മോൻ അച്ഛനെ കൊല്ലുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ പോലീസിനോട് പറഞ്ഞതെന്താ? എന്റെ വിശ്വാസം. വിശ്വാസം? ഒരു മോളുണ്ടായിരുന്നതിന് സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ശവപ്പെട്ടിയിൽ ശവമടക്കി. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത മോൻ പോലീസിനെ പേടിച്ച് ഒളിച്ചു നടക്കുന്നു. ഇനിയും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നടന്നു. എന്റെ മോൻ ഒരു ഉദ്യോഗസ്ഥനായി വരുമ്പോ ഈ തൊഴിൽ നിർത്തി 10 ദിവസമെങ്കിലും അവന്റെ കൂടെ സന്തോഷമായി കഴിയണമെന്ന് ആഗ്രഹിച്ചിരുന്നവനാ ഞാൻ. എല്ലാം തകർന്നുപോയി, എല്ലാം തകർന്നുപോയി. മോനെ, അമ്മ പോകുന്നു. ശരി. മോനെ, അപ്പം നല്ല ഉറക്കമാ. മോൻ ചോറുണ്ട്. എന്റെ പൊന്നു മോനെ, നിന്റെ തലയിലെടുത്ത് ഇങ്ങനായി പോയല്ലോ. ഒടുവിൽ നീ എന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടു. നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അയ്യോ, അപ്പം ബഹളം വെക്കരുത്. എനിക്ക് പറയാനുള്ളത് ദേവി ഏതൊന്ന് കേൾക്കണം. ആ പരിശുദ്ധനായ അച്ഛനെ കൊന്നു നിനക്ക് എന്താടാ പറയാനുള്ളത്? ഞാൻ എന്ത് പറഞ്ഞാലും അപ്പൻ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അച്ഛനെ കൊന്നിട്ടില്ല. കള്ളം, കള്ളം, പച്ചക്കള്ളം. ഞാൻ അപ്പന്റെ മകനാണ്. അപ്പന്റെ ചോരയാണ് ഈ ശരീരത്തിൽ ഓടുന്നത്. ഈ തോളിൽ കിടത്തിയാണ് അപ്പൻ എന്നെ വളർത്തിയത്. അപ്പ ഈ കൈ കൊണ്ട് ഞാനൊരു മനുഷ്യനെ കൊല്ലുമെന്ന് അപ്പൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതാ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോളൂ. സത്യം ഒരു കാലത്ത് വെളിച്ചത്ത് വരും. അന്ന് ഞാൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കും.
മോളിനെ കൊന്നത് നമ്മുടെ മോൻ തന്നെയാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? അതെ, എന്റെ മനസ്സ് അത് തന്നെയാ പറയുന്നത്. അവിടെയാണ് മോളെ അനക്ക് തെറ്റുപറ്റിയത്. ആ പാവം പെണ്ണ് നശിപ്പിച്ചത് അച്ഛനല്ല, മുതലാളിയുടെ വളർത്തു മകൻ ജോണിയാ. ഇത് സത്യമാണോ മമ്മുക്ക? അതെ മോളെ, ഇപ്പോഴല്ലേ സത്യം ഓരോന്നായി പുറത്തു വരുന്നത്. ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചു. സത്യം എന്തെന്നറിയാതെ ആലീസിനെ പറ്റി ഞാൻ എന്തൊക്കെയോ പീറ്ററിനോട് പറഞ്ഞു. അതാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇനി എന്ത് ചെയ്യും മമ്മുക്ക? അറിയാതെ മോളെ, നീ അറിഞ്ഞോണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് പീറ്ററിനെ ഒന്ന് കാണണം. ആ കാലിൽ വീണ് എനിക്ക് മാപ്പ് ചോദിക്കണം. മോള് വിഷമിക്കണ്ട, പീറ്ററെ കാണാൻ വഴി നമ്മൾ ഉണ്ടാക്കി തരാം. മോള് നാളെ വീട്ടിലേക്ക് വാ. പീറ്റർ അവിടെ ഉണ്ടോ? ഇപ്പോൾ അവിടെ ഇല്ല, പക്ഷെ ഓരവിടെ വരും. മോള് നാളെ വീട്ടിലേക്ക് വരുമ്പോ അവിടെ വെച്ച് കാണാം. നമ്മൾ വരട്ടെ. ആ, മോള് വന്ന സബീന, സബീന, പീറ്റർ എവിടെ? ഇവിടെ വന്നില്ലല്ലോ. കാണാഞ്ഞിട്ട് ഉറക്കം വരുന്നില്ലല്ലേ? അകത്തിരിപ്പുണ്ട്, ചെല്ല്. പീറ്റർ, എനിക്ക് മാപ്പ് തരൂ, മാപ്പ് തരൂ. സാരമില്ല ശ്രുതി, എല്ലാം വിധിയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മനസ്സിലായില്ല? ഞമ്മള് തലശ്ശേരി എന്നാ, പേര് അബ്ദുള്ള, അനുഫല്ലവി അബ്ദുള്ള എന്നാ നമ്മൾ എല്ലാരും വിളിക്കണത്. അത് തന്നെ തന്നെ. ഇത് ഞമ്മളെ മോള് ഐഷ. ഇവളും വലിയ പാട്ടുകാരിയാ. നമ്മള് ബാപ്പാന്റെ പിൻപാട്ടാണ്. രണ്ടുപേർക്ക് ഓരോ ചായ എടുക്കട്ടെ. അല്ലോ വേണ്ട, ഞമ്മളൊരു പരിപാടിക്ക് പോയിട്ട് പഠിക്കുക. അപ്പൊ പെണ്ണൊന്ന് മറപ്പുരയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. നമുക്ക് മിണ്ടാണ്ടി, പിന്നെ വൈമേനെ പോകാനൊക്കുമോ കത്താല്? മോളെ സബീന, സബീന, സബീന. എന്താ ബാപ്പാ? മോളെ ഒന്ന് മറപ്പുര കാണിച്ചു നോക്കാം. മോളെ ചെല്ലു മോളെ. ആ, ചെല്ല്. ചെല്ല്. ഒന്ന് അങ്ങോട്ട് മാറിക്കളി. മുൻവശം ചെറുതാണെങ്കിലും പുറകുവശം വലുതാണല്ലോ. അതെന്താ? അല്ല, വീടേ ഇച്ചിരി വലിയ വീടാണെന്ന് പറയായിരുന്നു. മറപ്പുരി അവിടെയാ. എവിടെ? അവിടെ. ആ, ഞമ്മള് വന്നോളാം. അല്ല, നിങ്ങള് നിക്കാഹിന് പാടും? പാടുമല്ലോ. അല്ലാ, ഞമ്മളെ മോളെ നിക്കാഹ് ഇമ്മാസം 28-ാം തീയതി. നിങ്ങളൊരു പരിപാടി നടത്തണമെന്ന് നമുക്ക് പെരുത്ത ആശയുണ്ട്. മോള് വന്നിട്ട് അവളോടൊന്ന് ചോദിക്കണം. ആ, ഇവിടെ ഇടമില്ലാത്തോണ്ട് നിക്കാഹ് വായനസ്ഥാനക്കാരെ കെട്ടിടത്തിലാ വെച്ചിരിക്കണം. നമ്മളൊരു പാവപ്പെട്ടവരാ, പെരുത്ത് കാശ് ചോദിച്ചാല് നമ്മൾ വിഷമിച്ചു. എന്താ അല്ല, എന്താ രാസാസം? ഇത് സബീനന്റെ കിടപ്പുന്നതാ? അല്ല, ആരാത്? എന്റെ ഒരു കൂട്ടുകാരിയാ. കൂട്ടുകാരെന്താ വായിലടച്ചിരിക്കണത്? എടോ കൂട്ടുകാരി, എടോ. അത് ചുമ്മാതിരിക്കുക. ചെല്ല്. ആ ഐഷ, പാപ്പാ, ഇവരുടെ മകളുടെ നിക്കാഹിന് 28-ാം തീയതി ഒരു പരിപാടി നടത്താൻ ഒക്കുമോ എന്നാ ചോദിക്കണത്. നല്ല ബൗസ് ഉള്ള പെണ്ണാണ് പാപ്പ. ഞമ്മക്ക് പരിപാടി നടത്തി കൊടുക്കാം. നീ ഏറ്റാ? ഏറ്റ്. ആ, വളരെ സന്തോഷം. അപ്പൊ ഇൻഷാ അല്ലാ 28-ാം തീയതി കാണാം. നമ്മള് വല്ല ചായ കുടിക്കാണ്ട് പോണേല് ഞമ്മക്ക് പെരുത്ത് വിഷമുണ്ട് കേട്ടാ. എന്തിന്? 28-ാം തീയതി വയർ നിറച്ച് ബിരിയാണി കഴിച്ചിട്ടേ ഞമ്മള് പരിപാടി തുടങ്ങും. ടീച്ചർ മമ്മൂക്കിയുടെ വീട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. മുറിയിൽ അശ്വതിയെ മാത്രമേ കണ്ടുള്ളൂ സർ. ആ പെൺകുട്ടി അവിടെ വന്ന നിലയ്ക്ക് ടീച്ചറിന്റെ താവളം അവിടെ ആയിരിക്കാനാണ് സാധ്യത. കുറിപ്പൊരു കാര്യം ചെയ്യും, കാക്കയുടെ വീട് വാച്ച് ചെയ്യാൻ ഒരു കോൺസ്റ്റബിൾ ഏർപ്പാട് ചെയ്യും. യെസ് സർ. കല്യാണത്തിനെങ്കിലും അവനോട് വരാതിരിക്കില്ല. അതിനി ദിവസങ്ങൾ കിടക്കുന്നില്ലേ? ആ, കാക്കയോട്
കച്ചേരി ഏറ്റിട്ടല്ലേ വന്നിരിക്കുന്നത്. അത് നമുക്ക് തകർക്കാം സാർ.